ഇടതുപക്ഷത്തിന്റെ കുത്തകയായി കരുതുന്ന കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ ഇത്തവണ മത്സരം വാശിയേറും. യുഡിഎഫിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് CR മഹേഷിന്റെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. സിറ്റിംഗ് MLA C ദിവാകരൻ 2 ടേം പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ പുതുമുഖമാകും LDFിന് വേണ്ടി മത്സരിക്കാനിറങ്ങുക. CPIയുടെ കുത്തകയായി കരുതപ്പെടുന്നതാണ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം. 2011-ൽ JSSലെ രാജൻ ബാബുവിനെ 14,000-ലധികം വോട്ടിന് പരാജയപ്പെടുത്തിയായിരുന്നു C ദിവാകരൻ രണ്ടാമതും മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 2 ടേം പൂർത്തിയായവർക്ക് മത്സരിക്കാൻ അവസരം നൽകിയില്ലെങ്കിൽ C ദിവാകരന് പകരം പുതുമുഖത്തെയാകും CPI മത്സരരംഗത്തിറക്കുക. CPI ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രന്റെ പേരും കരുനാഗപ്പള്ളിയിൽ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ വികസന നേട്ടങ്ങൾ തന്നെയാണ് CPI മുന്നോട്ട് വയ്ക്കുന്നതും. ഒരിക്കൽ മാത്രമാണ് ഞങ്ങൾക്കത് കൈവിട്ടത്. അത് നാമമാത്രമായ വോട്ടിനാണ് പോയത്. അതിന് അതിൻ്റേതായ ചില കാരണങ്ങൾ അന്നുണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഒരിക്കലും ഈ സീറ്റ് LDFിന് നഷ്ടപ്പെട്ടിട്ടില്ല. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CR മഹേഷിന്റെ പേരാണ് UDF ക്യാമ്പിൽ ഉയർന്നു കേൾക്കുന്നത്. കോൺഗ്രസിന്റെ തന്നെ KC രാജന്റെയും M അൻസാറിന്റെയും പേരുകളും പരിഗണനയിലുണ്ട്. മണ്ഡലത്തിന്റെ വികസനങ്ങൾ വെറും കടലാസിൽ മാത്രമാണെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇവിടെ അദ്ദേഹത്തിന്റെ കക്ഷിക്കാർ തന്നെ പറയുന്നു MLA എത്രയോ അകലെയാണ്. മുൻപ് JSSന് നൽകിയിരുന്ന സീറ്റിന് ഇത്തവണ മുസ്ലിം ലീഗും അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. BJPയെ കാര്യമായ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പ്രകടനത്തിന്റെ പ്രതീക്ഷയിലാണ് BJP ക്യാമ്പ്. ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.